നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. 15 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളുണ്ട്. നവരാത്രി സമയമൊക്കെ അടുത്തു വരികയാണ്. മഹാലക്ഷ്മി രാജയോഗമൊക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നാളത്തെ ദിവസം വളരെയധികം മാറ്റങ്ങളൊക്കെ തുടക്കമാകുന്ന, വളരെയധികം നേട്ടത്തിലേക്ക് കടക്കുന്ന, സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാവിധ കാലതാമസങ്ങളും തടസ്സങ്ങളും മാറി സമ്പത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് കുതിക്കുന്ന ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നിലവിലിപ്പോൾ മാനസികമായ അല്പം സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ട്. അത് തുടർന്നു പോകും. എന്നിരുന്നാൽ പോലും പുണ്യകർമ്മങ്ങൾ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ മാറ്റം വന്നു ചേരും. അല്പം സ്വസ്ഥതക്കുറവൊക്കെ അനുഭവത്തിൽ വരേണ്ട സമയം തന്നെയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട അല്പം ടെൻഷനുകൾ, വർക്കിൻ്റെ ഓവർലോഡായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ മാത്രമാണ് ഇവിടെ ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ. സഹോദര സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. സഹോദര സ്ഥാനീയരായ ആളുകളിൽ നിന്നും ചില വാക്കുകൾ കൊണ്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ ചില ധനപരമായ സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. അല്പം ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കഴിവതും നിങ്ങളുടെ കയ്യിൽ എന്തോ ധനമുണ്ട്, അതനുസരിച്ചുള്ള ചിലവുകൾ നടത്താൻ വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. സ്വത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ കേസോ സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതിന് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടിയൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വിറ്റ വസ്തു, ആ ഒരു വസ്തു ഒരുപാട് വിഷമം സഹിച്ചാണ് നിങ്ങൾ വിറ്റത്, ധനത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അത് തിരികെ പിടിക്കണമെന്നൊരു ആഗ്രഹവും മനസ്സിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും ഒക്കെ നാളത്തെ ദിവസം ശുഭകരമായ വാർത്തയെന്നോണം ശ്രവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. നാളെ ദൂരയാത്രകൾ എന്തെങ്കിലും നടത്തുന്ന ആളുകളാണ്, അതായത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുവഴിയും വിജയമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ദിനം തന്നെയായിരിക്കും. ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് നാളെ. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെ ഉത്സാഹമുള്ളൊരു ദിവസമായിരിക്കും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഉത്സാഹത്തോടെ അത് ചെയ്തു തീർക്കാനായി സാധ്യമാകും. ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാൻ നാളത്തെ ദിവസം നിങ്ങളെ വളരെയേറെ സഹായിക്കും. അയൽക്കാരുമായി തർക്കങ്ങളൊന്നും വന്നു ചേരാതിരിക്കാൻ നാളത്തെ ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതിർത്തി തർക്കങ്ങളോ അല്ലെങ്കിൽ ധനം കൊടുത്തിട്ട് അത് തിരികെ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നതിനാൽ നാളത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നാളത്തെ ദിവസം സാധിക്കും. നാളത്തെ ദിവസം നിങ്ങൾ സ്ഥലദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഗൃഹത്തിനടുത്തായിട്ടുള്ള ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ നാളത്തെ ദിവസം തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായി നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഏത് കാര്യത്തിന് വിദേശത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണെങ്കിലും പോകുന്നതിന് മുന്നേ അടുത്തുള്ള സ്ഥലദേവനെ പ്രീതിപ്പെടുത്താനായി എണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം തുടങ്ങിയ സാധന സാമഗ്രികളുമായി ഭഗവാനെ ദർശിച്ച് ഭഗവാനോട് അനുവാദം വാങ്ങാനുള്ള ശ്രമം കൂടി നടത്തണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾ ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ആ പോകുന്ന കാര്യത്തിൽ വിജയം വന്നു ചേരുന്നതിന് സഹായകമാകൂ. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം വളരെ ഉത്സാഹം തോന്നുന്ന ഒരു ദിനമാണ്. പ്രതീക്ഷിച്ചിരുന്ന ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനും പ്രതീക്ഷിച്ചിരുന്ന ചില ധനം നാളത്തെ ദിവസം കൈവന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള ചില അനുമതികളൊക്കെ ലഭിക്കുന്ന ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ആഡംബരം കാണിക്കാൻ എന്തൊക്കെ വാങ്ങാൻ സാധിക്കും, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വാങ്ങാൻ, ചിലപ്പോൾ വാഹനമാകാം, അല്ലെങ്കിൽ വസ്ത്രമാകാം, സ്വർണ്ണാഭരണങ്ങളാകാം, അല്ലെങ്കിൽ ഗൃഹത്തിന് മൂടി പിടിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. ഏതായാലും നാളത്തെ ദിവസം ആഡംബരം കാട്ടാനായി നിങ്ങൾക്ക് വളരെയധികം
വളരെയധികം ശുഭകരമായ ദിനമാണ്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. നാളത്തെ ദിവസം കർമ്മ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് ആരോപണങ്ങളൊന്നും കേൾക്കാൻ ഇടവരാതിരുത്തുക. അതായത് ചിലപ്പോൾ ജോലി നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളൊക്കെ വരാനും അതുവഴി അല്പം വിഷമം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും നിങ്ങളുടെ കർമ്മമേഖലയിൽ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും വളരെയധികം സൂക്ഷ്മത പുലർത്താൻ, കൃത്യത പുലർത്താനൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് മുന്നേ ഉള്ള സമയങ്ങളിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ നാളെയും തുടർന്നുള്ള ദിവസങ്ങളും തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇനി നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ നേടിയെടുക്കാനായി സാധിക്കുന്നതാണ്. സാമ്പത്തികമായും സ്ഥിതി അല്പം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ചില പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. നാളത്തെ ദിവസം ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്താനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നടത്തേണ്ടത് അത്യാവശ്യമാണ്, മാറ്റിവെക്കാതിരിക്കുക. നാളത്തെ ദിവസം നിങ്ങൾ ഏത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണോ ആ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ തുടർന്നുള്ള സമയങ്ങളിലും പ്രാർത്ഥന മുടക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ദൈവാധീനം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയാണ്. ഇനിയും ധാരാളം ദൈവാധീനം നിങ്ങളിലേക്ക് നിറഞ്ഞെത്തുന്നതിനും കുടുംബജീവിതം സന്തോഷകരമായും സമാധാനകരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രാർത്ഥനകൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എടുത്തുചാടിയുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. എടുത്തുചാടി ചില കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യിൽ ധനമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ശീലമൊക്കെ ഉള്ളവരും അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ എടുത്തുചാട്ടം കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ വിനയായും വിലങ്ങുതടിയായും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നാളെ വളരെയധികം ഉന്നതിയുടെയും ചില പദവികളൊക്കെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും കാര്യങ്ങളൊക്കെ ഒരു പുരോഗതിയിലേക്ക് തുടക്കമാകുന്ന ദിനം കൂടിയാണ് നാളെ. ഈ ഒരു ഇടക്കാലമായി മാറ്റത്തിൻ്റെ സമയമൊക്കെയാണ്. എങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളില്ല എന്ന് തന്നെ പറയുകയുള്ളൂ. കാരണം നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഹൈ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും ഒരു തുടക്കമായിട്ടും ഉണ്ട് താനും. ഇവിടെ എതിരാളികളൊക്കെ മാറിയിട്ടുള്ള അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്നവരാരും തന്നെ ഇപ്പോൾ നിലവിൽ ഇല്ല. കാരണം ദൈവാധീനം നല്ലതിനാൽ തന്നെ ഏത് കാര്യവും ഇനി എതിരായിട്ട് ആരും ഉണ്ടാവുകയും എതിരഭിപ്രായം പറയാനോ നിങ്ങളെ എതിർക്കാനോ തകർക്കാനോ ആരും തന്നെ ശ്രമിച്ചാൽ നടക്കുകയില്ല. അങ്ങനെ ഒരു നല്ല ദൈവാധീനമായ സമയമാണ്. മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിൽ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ്. എങ്കിലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിവതും ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വയറ്റിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ബാങ്കിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടവും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ടെൻഷനുകളും ഒക്കെ മാറാൻ തുടങ്ങുകയാണ്. അതുകൂടാതെ ഈ നവരാത്രി സമയം മുതൽ വളരെയധികം ഭാഗ്യം, പല വഴിയിൽ ധനം കയ്യിലേക്ക് എത്താനുള്ളൊരു യോഗം കൂടി ഇവിടെ കുംഭം രാശിക്കാർക്കുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസഫലം ഇവിടെ പറയുമ്പോഴും നാളത്തെ ദിവസം ഉത്സാഹത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളെ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്തു പൂർത്തീകരിക്കാനും അതിൻ്റെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാനുമുള്ള ഫലമുണ്ടാകുന്നതാണ്.